മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയിൽ ആളിപ്പടർന്ന വാക്കുകളുമായി കത്തിക്കയറുകയായിരുന്നു പി വി അൻവർ. മുട്ടുമടക്കാനില്ല എന്ന പ്രഖ്യാപനമാണ് പി വി അൻവർ അവസാന വാക്കുകളിലൂടെ ആ സമ്മേളനത്തിലെത്തിയ അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിവെച്ച പോരാട്ടമാണിത്, അത് അങ്ങനെ തന്നെ തുടരും എന്ന് പി വി അൻവർ പറയുന്നു. മുട്ടുമടക്കാൻ താനില്ല, പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകൻ പി വി അൻവർ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി ആ പോരാട്ടത്തിന് വേണ്ടി പോകുന്ന ഇടത്ത് ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് വിധിയെങ്കിൽ അതിനും തയ്യാറാണ് എന്ന് പി വി അൻവർ പ്രഖ്യാപിക്കുന്നു. ഭീഷണി ഉൾപ്പെടെ അതിജീവിച്ച് പലയിടങ്ങളിൽ നിന്ന് തന്റെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയ ആളുകളെ പോലീസ് ഭീഷണിപ്പെടുത്തിയും തടഞ്ഞു വെക്കുകയും ചെയ്തു. ആ ഭീഷണിയെ പോലും അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്തിയവരാണ്, ആ ഭീഷണി ഉൾപ്പെടെ മറികടന്നെത്തിയവരാണ് തനിക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്ന് പി വി അൻവർ തുടക്കത്തിൽ തന്നെ പറയുന്നു. ഭരണപക്ഷത്തെ തെറ്റുകൾ തുറന്നു പറയേണ്ടി വന്നതാണ് തനിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതിന് കാരണമെന്ന് പി വി അൻവർ പറയുന്നു. ആ തെറ്റുകൾ തുറന്നു പറയാൻ ഇറങ്ങിയിടത്താണ് തന്റെ പോരാട്ടം ആരംഭിക്കുന്നത് എന്ന് പി വി അൻവർ പറയുന്നു. എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എം ആർ അജിത് കുമാറിനെതിരെ താൻ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം പാർട്ടി സെക്രട്ടറിക്ക് അടക്കമുണ്ടാകുന്നു. ഭരണപക്ഷത്തെ തെറ്റുകൾ താൻ തുറന്നു പറഞ്ഞു. എം ആർ അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങിയതും വിറ്റതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച കള്ളപ്പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കാനുള്ള തീരുമാനം, ഇച്ഛാശക്തി എന്തുകൊണ്ടാണ് അധികാരികൾക്കില്ലാതെ പോയത് എന്ന് പറയുന്നു. 10 ദിവസത്തെ ഇടവേളയിൽ 35 ലക്ഷം രൂപയുടെ കള്ളപ്പണം കൊടുത്തു വാങ്ങിയ ഫ്ളാറ്റ് 60 ലക്ഷത്തിന് മുകളിൽ മൂല്യത്തിൽ വിറ്റ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. DMK തനിക്ക് രാഷ്ട്രീയമായ പിന്തുണ നൽകുന്നു. താൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല ചെന്നൈ സന്ദർശിച്ചത്. താൻ പോയത് സ്റ്റാലിന്റെ അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയാണ്. അദ്ദേഹം RSSനെ ഇവിടെ തമിഴ്നാട്ടിലേക്ക് വിളിച്ചിരുത്തിയിട്ടില്ല, RSSനെ ക്ഷണിച്ചിട്ടില്ല. RSSനെ പ്രതിരോധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ DMK പുകഴ്ത്തുകയാണ് പി വി അൻവർ. RSSനെ വിളിച്ചിരുത്തിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഈ മൂവ്മെന്റിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അതത് ജില്ലക്കാർ അതത് ജില്ലയുടെ നമ്പറുകൾ കൊടുക്കുന്ന ആ ഫോണിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ നൽകി അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ജില്ലാതല കോർഡിനേഷൻ ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി വിവരങ്ങൾ അറിയിച്ച് ജില്ലാ തലത്തിലും നിയോജക മണ്ഡല തലത്തിലും പഞ്ചായത്ത് തലത്തിലും വരുന്ന 1-2 മാസങ്ങൾ കൊണ്ട് ഈ കമ്മിറ്റികൾ പൂർത്തിയാക്കി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ശബ്ദം കേൾക്കുന്നവർ ഇതിൽ മുന്നോട്ട് വരണം. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വലിയ രാഷ്ട്രീയ തൃശ്ശൂരിലെ വിജയത്തിന് കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും അജിത് കുമാർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്താനാണ് എന്നും പറഞ്ഞു. പേടിപ്പിക്കുകയാണോ തന്നെ എന്ന് കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു പി വി അൻവർ.